എല്ലാവർക്കും രാവിലെ നമസ്കാരം. ഇന്ന് നമുക്കൊരു ഹോളിയല്ലേ, നമുക്ക് ഇന്നൊരു ഹോളിയുടെ ഭുജിയ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഹോളി സമയത്ത് ഇങ്ങനെ ഭുജിയ ഉണ്ടാക്കും. അപ്പോൾ നമുക്കിന്നൊരു ഹോളിക്ക് വേണ്ടി ഒരു ഭുജിയ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ ഓരോന്നോരോന്ന് ഇടുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അതിനാദ്യം നമ്മൾ അര കിലോ മൈദ എടുത്തു. ഇതൊന്ന് കുഴയ്ക്കണം. കുഴയ്ക്കുന്നത് ഒരു തുള്ളി ഉപ്പിട്ടാൽ മധുരം ചേർക്കുന്നതിൽ. പിന്നെ നമ്മൾ ബട്ടറും എടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് ഉണ്ട് ഇതിലൊരു പാക്കറ്റ്. പിന്നെ ശകലം നെയ്യ് ഒഴിക്കും. എന്നിട്ട് അതിൽ നന്നായിട്ട് കുഴയ്ക്കണം. പിന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വെക്കുന്നത് കോയ എന്ന് പറയുന്ന ഈ പാലിൻ്റെ കൊണ്ടുണ്ടാക്കിയതുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയെ, പിന്നെ ഉണക്കത്തേങ്ങ വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്ന തേങ്ങ. പിന്നെ വേണ്ടിയത് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ കൂടെ ഒന്ന് വറുക്കണം. വറുത്ത് എല്ലാം കൂടെ ഒന്ന് വെച്ച് ഇച്ചിരി കുറച്ച് നമ്മുടെ ആവശ്യത്തിന് എത്രയും മധുരം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര പൊടിച്ചതും, പിന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. അങ്ങനെ നമുക്കതൊന്ന് ഭാഗത്ത് വെക്കാവുന്നതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാനിതൊന്ന് കുഴയ്ക്കുന്നതാണ്. ബാക്കിയൊക്കെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ബട്ടറൊന്ന് ഉരുക്കിക്കൊണ്ടുവരാം. ഉരുക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി ഇതൊന്ന് കുഴയ്ക്കാം. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനമൊക്കെ എടുക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം ഒരു ശകലം ഉപ്പ് പൊടിയിട്ട് ഈ നെയ്യ് ഒഴിച്ച് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് കുഴയ്ക്കാൻ പോവാം. അപ്പം നമ്മുടെ ബട്ടർ ചൂടാക്കി വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തൊക്കെ ഒഴിക്കാം. പിന്നെ ഒരു ശകലം നെയ്യോടെ ഇതെടുത്ത് ഇത് രണ്ടും ഇരിക്കണം. ഇനി നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രുചി, നല്ല ടേസ്റ്റ് വേണം. പിന്നെ അല്ലേ നമ്മൾ ചില എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇങ്ങനെ നല്ലതായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ശകലം കളറിന് വേണ്ടി. പൊടി നമ്മളെ ഈ ഫുഡിൻ്റെ കളർ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ചേർത്താൽ മതി. നമ്മളങ്ങനെ അതെല്ലാം ഒന്ന് കുഴച്ചെടുക്കും. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പം നമ്മളിതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കും. ഞാൻ ഇത്രയും പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മൾ കുറച്ച് കാഷ്യനട്ട് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ പാലിനകത്ത് ഉള്ളതാണ് ഇത് കോയാന്ന് പറഞ്ഞ്. ഇത് നമുക്കൊന്ന് പൊടിച്ച് ഞാൻ ഇന്നാളിൽ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഗാജർ ഹലുവയ്ക്കകത്തിടാം. അപ്പം നമുക്ക് ഇതൂടെ കുറച്ച് ഇതിനകത്തോട്ട് പൊടിച്ചിടാം. ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അങ്ങ് പൊടിഞ്ഞോളും. അപ്പോൾ അത് വന്നെടുക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മളെ അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിത്, പിന്നെ നമ്മുടെ കോഴ, പിന്നെ ഇത് ബദാം, ഇത് നമ്മുടെ പഞ്ചസാര, ഇത് തേങ്ങായി, ഇത്രയും സാധനമാണ്. ഏലക്ക ഇതിൻ്റെ കൂടുണ്ട്, പഞ്ചാര ഇത് കൂടിയിട്ട് നമുക്ക് പൊടിച്ച് അത് ഞാൻ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം.
ഇപ്പം നമ്മുടെ ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നെയ്യ് ഇതിനകത്തെടുത്ത് ഇതൊന്ന് വറുത്ത് പോരാം. അപ്പം ആദ്യം നമ്മളിടുന്നത് നമ്മുടെ തേങ്ങായി. തേങ്ങ നമുക്കൊന്ന് മൂപ്പിച്ച് പിന്നെ എടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അപ്പം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ സാധനങ്ങൾ എടുത്തിടാം. ആദ്യം നമുക്ക് നമ്മുടെ ബദാം പൊടിച്ചിടും. അപ്പം തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കുക. അതിട്ടൊന്ന് ഇളക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ കോഴ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് പോയി. പിന്നെ ഞാൻ കുറച്ച് പിസ്സ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഇത് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാൻ വെക്കാനുള്ളത്. നമുക്ക് അത് കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അത് വെക്കും. അപ്പം നമ്മുടെ പഞ്ചസാരയും പൊടിച്ചതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ. പഞ്ചസാര ഇട്ടതുകൊണ്ട് ഇത് നന്നായിട്ട് കുഴഞ്ഞിരിക്കും. അപ്പം നമുക്കൊരു സ്പൂൺ വെച്ച് ഊരി അതിനകത്തോട്ട് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതെല്ലാം റെഡിയായി. നമുക്കിതങ്ങ് തീ എടുത്തിട്ട് നമുക്ക് ഇനിയും റൊട്ടി പരത്താനുള്ള പരത്താം. അപ്പം നമുക്ക് ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് കോരിയെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ചീനിച്ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട് ഈ ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ ചുട്ട് ഇത് ഉണ്ടാക്കും. എണ്ണ പിടിക്കും. ഇത് ഇച്ചിരി ഏറെ ഉണ്ട്. അപ്പം നമുക്കകത്ത് നന്നായിട്ട് ഫില്ലിങ് വെക്കാനുള്ളതുണ്ട്. അപ്പം നമ്മുടെ മാവ് നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഈ മാവ് നമുക്കിങ്ങനെ ഒന്നുകൂടെ കുഴച്ച് ഇത് നമുക്കെല്ലാം ഇത് ഒന്നും എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിൽ. ഇതൊക്കെ എത്രയും കനം കുറച്ചുണ്ടാക്കുന്നത് അതിന് അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫില്ലിങ് അകത്ത് വെക്കണ്ടേ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്ത് നമുക്കിതൊന്ന് പരത്താം. അപ്പം എൻ്റെ ഇതുപോലെയുള്ള അച്ച ഇന്നലെ ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഇവിടെ ഈ ഉളിയുടെ തലേ ദിവസം എല്ലാവരും ഇതുണ്ടാക്കും. അപ്പം അന്നേരം ഇതിങ്ങനെ കടയിൽ കിട്ടും. അപ്പം ഞാൻ ഇന്നലെ ഒരു അച്ഛൻ മേടിച്ചു. ഈ അച്ചിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം നമുക്ക് ഈ പൂരി ഇങ്ങനെ ഞാനെല്ലാം ഉരുട്ടി ഇട്ടു. ഇതേ അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഇച്ചിരി എണ്ണ വേണം. ഇങ്ങനെ തൂത്തോണ്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മളിച്ചിരി റൊട്ടിപ്പലകയിൽ ഇച്ചിരി തേച്ചാൽ മതി എണ്ണ. അപ്പോൾ ഇളകി വന്നോളൂ. നമ്മൾ ഇനി നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം, അല്ല പരത്തിയെടുക്കാം. അപ്പം ഞാനത് മൊത്തം പരത്തിയിട്ടു. ഇനി നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മുടെ എണ്ണ നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് ഇത് പെറുക്കിയിടാൻ. അപ്പം നമുക്ക് ആദ്യം ഇതേൽ ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒന്ന് സൈഡിൽ തൂക്കാം. എന്നിട്ട് നമുക്ക് ഇതേലെ ഒരെണ്ണം എടുത്ത് വെക്കാം. ഇതിൻ്റെ വലിപ്പം വേണം. അന്നേരം ഇച്ചിരി ഇങ്ങനെ ഒന്ന് കാണിച്ചാലും
ഇതിപ്പം പൂരിയുടെ കൂട്ടല്ല, പൂരിക്കാണെങ്കിൽ ഷേപ്പ് വേണം. ഇതിന് പക്ഷെ അത് വേണ്ട. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതേണ്ട ഇങ്ങനെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച സാധനമില്ലേ അതെടുത്ത് നമുക്കിതൊന്ന് ഫില്ല് ചെയ്യും. നമുക്കിപ്പോൾ വേറെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് കുറച്ചായതുകൊണ്ട് നമ്മൾ ഇത് ഇച്ചിരി ഏറെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതെല്ലാം ഈ വക്കത്തായോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ അകത്തോട്ട് ഇതെടുത്ത് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് പ്രസ് ചെയ്യും. ഇങ്ങനെ അമക്കിയാൽ മതി നേരത്തേക്ക് ഇതങ്ങ്. പക്ഷേ ഇത് വലിയൊരു നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു നല്ലത്. ഇപ്പം വലിയ ഇതിന് ഒരു ഇതില്ലാത്ത പോലെ നല്ലത്. നമുക്ക് നോക്കാം. വേണ്ട കണ്ട നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാനൊരു തളിക എടുത്ത് ഇതൊരെണ്ണം ഉണ്ടാക്കി. അങ്ങനെ നമുക്കിത് മൊത്തം ഒന്ന് പരത്തി എടുക്കാം. ഇപ്പം നമ്മൾ പരത്തി ഇട്ടേക്കുമല്ലേ, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് അകത്ത് ഫില്ല് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും. ഇത് ഇച്ചിരി കൂടി ഇതിന് ഇത് വേണം. അന്നേരം നമുക്കിങ്ങനെ പിന്നെ ഒന്ന് കാണിച്ചാൽ മതി. സൈഡ് അന്നേരം അങ്ങ് ആയിക്കോളൂ. എപ്പോഴും സൈഡ് ഇതേ കൊണ്ടിരിക്കണം, അല്ലേ ഇത് പിന്നെ ഇങ്ങനെ അടയത്ത്. നമുക്ക് നമ്മുടെ ഇങ്ങനെ ഫില്ലിങ് ചെയ്യുന്നെല്ലാം ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ മതി. അതങ്ങ് വന്നു. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന നമുക്ക് വീണ്ടും ഉണ്ടാക്കി ഇടാം. ഒന്നേണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ? എങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും നമ്മളിത് ഇങ്ങനെ പൊട്ടാതെ നോക്കണം. ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ ബാലൻസ് വരുന്നത് നമുക്ക് വീണ്ടും പൂരി ഉണ്ടാക്കി അതിനകത്ത് ബില്ല് ചെയ്ത് നമുക്കിങ്ങനെ തന്നെ വെക്കാം. പൊട്ടരുതും. പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് വീണാൽ പിന്നെ കൊള്ളാത്തില്ല എണ്ണയെല്ലാം. അതുകൊണ്ട് നമ്മളെപ്പോഴും എടുക്കുമ്പം ഇച്ചിരി സൂക്ഷിച്ച് വേണം എടുക്കാൻ, പൊട്ടാതിരിക്കണം. അപ്പം നമ്മൾ ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഇങ്ങനെ ചുട്ടിങ്ങനെ ഇങ്ങോട്ടിങ്ങനെ എടുക്കാം. അപ്പം നമ്മൾ ഒന്നുകൂടെ ഫില്ല് ചെയ്തിട്ട് അതുകൂടെ കാണിച്ചിട്ട് നമ്മളിതൊന്ന് ചീൻചട്ടിക്കകത്തോട്ടിടാം. ഇപ്പോൾ ഒത്തിരി അകത്ത് വെച്ചാൽ ചിലപ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് അതിൻ്റെ ഈ അച്ചിൻ്റെ ഇതുപോലെ ഇരിക്കും. അച്ച് നല്ലതാണ്, കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം ഇതെന്ത് കണ്ടില്ലേ, അത് ഇങ്ങോട്ടിഞ്ഞ് വന്നോളും. ഈ ബാലൻസ് വരുന്ന ഇപ്പോൾ ഒത്തിരി ആയി കണ്ടോ. അത് നമുക്ക് വീണ്ടും ചുടാം. പൊട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പോയി. പക്ഷെ അതൊരു കാര്യമുണ്ട്, ആ പൊട്ടുമ്പം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് അമ്മക്കി വെച്ചാൽ മതി. അതെ, അതിനകത്ത് ഈ ഫില്ലിങ് കൂടുന്നതുകൊണ്ടാണ് വറക്കുമ്പോൾ പൊട്ടുന്നു. ഇപ്പം നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടൊന്നിട്ടാലോ. എണ്ണ നല്ലോണം തിളച്ച് കിടക്കുക. എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇതൊന്നിടാം. നമുക്കിതൊന്ന് ഇപ്പം തീ ഞാൻ സിമ്മിലിട്ടേക്കുക. ഇതല്ലേ അങ്ങ് കരിഞ്ഞു പോത്തി. അതിൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണയ്ക്കകത്ത് വീണിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇത് ഒത്തിരി ഇടാനൊക്കത്തില്ലല്ലോ, നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ഭുജിയ നമുക്കൊന്ന് തിരിച്ചിടും. ഈ ഒരെണ്ണം ഒന്ന് പൊട്ടിയായിരുന്നത്, അതുകൊണ്ട് എണ്ണയ്ക്ക് അത്തിച്ചിട്ട് വീണിട്ട്. സൂക്ഷിച്ചെടുക്കണം, അല്ലേ ഇത് വീണ് കഴിഞ്ഞ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മുടെ ഭുജിയ എല്ലാം കിടന്നൊന്ന് വേവും. ഇനി നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഇങ്ങനെ ഒന്ന് എടുക്കാം. അപ്പം നമ്മളിങ്ങനെ 2 വശവും മൂപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചിട്ട് മൂപ്പിക്കണം. ഇത് നല്ലോണം മൂക്കണമല്ലോ.
നമുക്കിത് തീ കുറച്ചിട്ടുകൊണ്ട് 2 വശം മൂപ്പിച്ചെടുക്കും. നമ്മുടെ ഭുജിയ എല്ലാം കഴിയുന്നു നന്നായിട്ട് ഉപയോഗിക്കും. നമുക്ക് നമ്മുടെ ഭുജിയ ഇതുപോലുള്ള ഒരു പാത്രത്തിലോട്ടിഞ്ഞ് കോരിയെടുക്കാം. എണ്ണയൊന്നും ഒരു ശകലവും പിടിക്കത്തില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ഓട് ഉണ്ടാക്കിയത് നമ്മളിനി വാങ്ങി വെച്ചു. ഇനി നമുക്ക് അടുത്തതെല്ലാം കൂടെ ഒന്ന് ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അതിനകത്തോട്ട് പെറുക്കിയിടാം. തീ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് വേണം എല്ലാം ഇങ്ങനെ ഒന്ന് പെറുക്കി വെക്കാം. നമ്മൾ ഒത്തിരി ഇട്ടില്ല, ഇത്ര ഇട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ട് തീ സിമ്മിലിട്ടേക്കുക. അപ്പം നമ്മൾ രണ്ടാമതിട്ടത് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. നമ്മൾ നേരത്തെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കുറേ വർഷമായി ഹോളിയുടെ ഇതുണ്ടാക്കിയിട്ട്. ഇപ്പം കുഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇതുണ്ടാക്കി. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഹോളി ആശംസകൾ പറഞ്ഞില്ല, ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഹോളിയാണ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് തുടങ്ങുന്നെന്ന് പറയാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനതങ്ങ് പറഞ്ഞു. അപ്പം നമുക്കിതൊന്ന് മൂപ്പിച്ചു പോരാ. അപ്പം നമ്മളെല്ലാം ചുട്ടു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റത്തെ ഒരെണ്ണമാണ് ഇതേണ്ടത്. അപ്പം അതുകൂടെ നമുക്ക് നമ്മളതിനകത്ത് ഫില്ല് ചെയ്യാൻ വെച്ച് നമ്മൾ വിചാരിച്ച് ഒത്തിരി ഉണ്ടെന്ന്. പക്ഷേ എല്ലാം വെച്ച് കഴിഞ്ഞപ്പം തന്നെ ലാസ്റ്റ് തീർന്നല്ലോ. അപ്പം നമുക്ക് അതുകൂടെ വെച്ച് ഇതുകൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതൊന്ന് ഇവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ ഭുജിയ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്നുകൂടെ തിരിച്ചിടണം. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഇച്ചിരി കരിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ ഭുജിയ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഇങ്ങോട്ട് കോരി ഇഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തേതും നമ്മൾ ഇങ്ങോട്ട് ഇഞ്ഞ് കോരിയെടുക്കുക. ഒരു വശം ഞാൻ അത് ഉണ്ടാക്കാൻ പോയ കാരണം ഒരു ശകലം കൂടെ മൂത്ത് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതും നമുക്ക് കോരിയെടുത്തിട്ട് നമുക്ക് 10-25 എണ്ണമേ ഉള്ളൂ. നമ്മൾ ഈ മൂന്നാമത്തേതും കൂടെ നമുക്ക് ഇതും കൂടെ അങ്ങോട്ടിടാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കറക്റ്റായിരുന്നു. നമുക്കിതുകൂടെ ചീനിച്ചട്ടി ഇനി 2 എണ്ണം ഉണ്ട്, അത് നമുക്ക് പിന്നില്ല. ഇതൊന്ന് മൂക്കട്ടെ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം അതങ്ങ് ഒന്നിച്ചായിരിക്കും കണ്ട. പിന്നെ ഷേപ്പ് വരത്തില്ലെന്നേ ഉള്ളൂ, അതുപോലെ അത്രയും. അപ്പം നമ്മൾ ലാസ്റ്റത്തെ നമുക്ക് അതും ഇഞ്ഞ് കോരിയെടുക്കാം. നമ്മൾ ലാസ്റ്റത്തേതും കോരിയെടുത്തു. പിന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്, അത് നമ്മളിപ്പം പിന്നെ രണ്ടാമത് ഇട്ടത്. ഇതുകൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മൾ അതെല്ലാം വറുത്ത് കോരി അങ്ങ് മാറ്റി വെച്ച് എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ഒരു ശകലം പഞ്ചാര പാവ് കാച്ചി നമുക്കിത് അതിനകത്തിട്ട് കോരിയെടുക്കാം. നമ്മൾ ഇത്രയും പഞ്ചാര അങ്ങോട്ടിടുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കും.
നമുക്ക് ഈ ഇതൊന്ന് ഇങ്ങനെയൊന്ന് നല്ലോണം മെൽറ്റായിട്ട് എടുക്കാം. അന്ന് നമുക്കൊരു ശകലം കളറിന് വേണ്ടി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും. അപ്പം നമ്മുടെ പഞ്ചസാര ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ഇച്ചിരി നെയ്യ് ഇട്ടിട്ടുണ്ട്, അതൊട്ടി പിടിക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഈ പഞ്ചസാര ഒന്നും മെൽറ്റാവണം. അപ്പം നമ്മുടെ ഇത് മെൽറ്റായില്ല, ഏറെ സമയം വേണം ഇത് മെൽറ്റാവണം. ഇത് മെൽറ്റാവട്ടെ. അപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റായിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടണം. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പെറുക്കിയിട്ടൊന്ന് ഇത് നമ്മുടെ ഇതെല്ലാം നമുക്ക് 5-6 എണ്ണം ഒന്ന് പെറുക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് പിടിപ്പിക്കും. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ചെറുത്തളികയിലോട്ടെടുത്ത് വെക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാം മെൽറ്റ് ചെയ്തെടുത്തു. പിന്നെ 3-4 എണ്ണം നമ്മൾ ബാക്കി ഇങ്ങനെ അത് മെൽറ്റ് ചെയ്യാതെ ഇത് പഞ്ചാരപ്പാനിക്കകത്ത് ഇടാതെ വെച്ചിട്ടേ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ ഓളിയുടെ ഭുജിയ എല്ലാം ഉണ്ടാക്കി, ഞാൻ ഭുജിയ എല്ലാം റെഡിയായി. ഇനി പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഭുജിയ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. കുറച്ച് പാടാ, രാവിലെ തുടങ്ങിയതാണ്, ഇപ്പം 9 മണിയായി, ഒരു 1.25 മണിക്കൂറോളമായി ഇപ്പം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.